പ്രായം കൂടുന്നതിനനുസരിച്ചുണ്ടാവുന്ന മസിൽ ലോസ് തടയാനും മസിൽ വളർത്താനും ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് വേ പ്രോട്ടീൻ. പക്ഷേ ഇതേ വേ പ്രോട്ടീൻ നമ്മളുടെ ഹോർമോണുകൾ, പ്രത്യേകിച്ചും പുരുഷ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വേ പ്രോട്ടീൻ കഴിച്ചാൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുമോ? ഇതിനെക്കുറിച്ച് ഇന്റർനെറ്റിൽ പല തെറ്റായിട്ടുള്ള വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇതിന് പിന്നിലുള്ള ശാസ്ത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. കെട്ടുകഥകളൊക്കെ മാറ്റിവെച്ച് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം. വേ പ്രോട്ടീൻ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടുമോ ഇല്ലയോ എന്ന്. 5 ലക്ഷത്തിലും കൂടുതൽ മലയാളികൾ വിശ്വസിക്കുന്ന ഡോഫോഡിന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തുടങ്ങാം. ആദ്യം നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്താണെന്ന് നോക്കാം. ടെസ്റ്റോസ്റ്ററോൺ പുരുഷന്മാരുടെ സെക്സ് ഹോർമോൺ ആണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കും ഇത് അത്യാവശ്യം ഉള്ള ഒരു ഹോർമോൺ ആണ്. പുരുഷന്മാരുടെ ശരീരത്തിൽ ലൈംഗിക ആരോഗ്യത്തിനും പേശികളുടെ ആരോഗ്യത്തിനും അസ്ഥികളുടെ ബലത്തിനും മാനസികാരോഗ്യത്തിനും ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ് ഇത്. നമ്മളുടെ ഭക്ഷണരീതി ഈ ഹോർമോണിന്റെ അളവിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവാണ്. ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അതൊരു സ്ട്രെസ് മോഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. നമ്മളുടെ നാട്ടിലെ ഭക്ഷണ രീതി പരിശോധിച്ചാൽ പ്രോട്ടീന്റെ അഭാവം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. രാവിലെ പുട്ട്, അല്ലെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ ചപ്പാത്തി, ഉച്ചക്ക് ചോറ്, രാത്രി വീണ്ടും ചോറ്. ഇങ്ങനെ 3 നേരം നമുക്ക് ആവശ്യത്തിലും കൂടുതൽ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷെ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അധികം ആൾക്കാരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഒരു പുരുഷന് തൻ്റെ ശരീരഭാരത്തിനനുസരിച്ച് ഓരോ കിലോഗ്രാം ബോഡി വെയ്റ്റിനും ഓരോ ഗ്രാം പ്രോട്ടീൻ ആവശ്യമുണ്ട്. അതായത് ശരാശരി 70 മുതൽ 90 കിലോ വെയിറ്റുള്ള ഒരു പുരുഷന് ഓരോ ദിവസവും 70 മുതൽ 90 ഗ്രാം പ്രോട്ടീൻ കിട്ടേണ്ടതാണ്. പക്ഷെ അധികം ആൾക്കാർക്കും ഇതിൻ്റെ 1/3 മാത്രമേ ഓരോ ദിവസം പ്രോട്ടീൻ കിട്ടുന്നുള്ളൂ. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം 50 മുതൽ 70 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കിട്ടേണ്ടതാണ്. അവർക്കും അത് കിട്ടുന്നില്ല. ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് പ്രോട്ടീൻ കണ്ടെത്താൻ പറ്റാത്തവർക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത് പാലിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. വേ പ്രോട്ടീന്റെ ഒരു സ്കൂപ്പിൽ തന്നെ ഏകദേശം 25 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നതാണ്. പക്ഷെ അത് കിട്ടാത്തവർക്ക് വേ പ്രോട്ടീൻ നല്ലൊരു സെക്കൻഡ് ഓപ്ഷൻ തന്നെയാണ്. അങ്ങനെ ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ഇത് പേശികൾക്ക് ആരോഗ്യം നിലനിർത്താമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിന്റെ ബാലൻസ് നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഭാഗത്തിലേക്ക് കിടക്കാം. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഈ വിഷയം പരിശോധിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് ഇതിനു മുമ്പേ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുള്ള 3 സ്റ്റഡീസിനെ കുറിച്ചും ഞാൻ പറയാം. അതിൽ ആദ്യത്തേത് 2010 ഹൽമി എറ്റാൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഇവിടെ 10 ആഴ്ചത്തേക്കാണ് സ്റ്റഡി നടത്തിയത്. വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നവരിൽ ഹോർമോണിന്റെ ലെവൽ ഇവർ പരിശോധിക്കുകയാണ് ചെയ്തത്. ഇവർ കണ്ടെത്തിയത് വേ പ്രോട്ടീൻ കഴിക്കുന്നത് കാരണം മാത്രം ടെസ്റ്റോസ്റ്ററോൺ നേരിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേ സ്റ്റഡിയിൽ ഇവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം, വ്യായാമത്തിന് ശേഷം വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുത്തവർക്ക് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രെസ് കുറയുന്നത് വഴി ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞു പോവാതെ നിലനിർത്താൻ ഇത് സഹായിക്കും. അതായത് ഇൻഡയറക്ട്ലി വേ പ്രോട്ടീനും ടെസ്റ്റോസ്റ്ററോണും ചെറിയ ബന്ധമുണ്ടെന്ന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റഡിയിലേക്ക് വരാം. ഇത് 2013 വോലെക് എറ്റാലും ഗ്രൂപ്പും നടത്തിയിട്ടുള്ള സ്റ്റഡിയാണ്. വേ പ്രോട്ടീനും സോയ പ്രോട്ടീനും നൽകി ഹോർമോൺ ലെവൽസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നാണ് ഇവർ പരിശോധിച്ചത്. ഇവർ കണ്ടെത്തിയത് വ്യായാമത്തിന് ശേഷം വേ പ്രോട്ടീൻ കഴിക്കുന്നത് വഴി ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അത് മസിൽ റിക്കവറിക്ക് സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 സ്റ്റഡീസും പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാര്യമുണ്ട്. വലിയൊരു ജനവിഭാഗത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റഡിയിൽ കാണിക്കുന്നത് ദിവസേന കൃത്യമായ അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നവരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ നില വളരെ മികച്ച അളവിലായിരിക്കുന്നതാണ്. പോരാത്തതിന് തങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രോട്ടീൻ്റെ അളവിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. ഇങ്ങനെയുള്ളവർ ഡെയിലി എക്സസൈസ് ചെയ്യുകയും നല്ല രീതിയിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പ്രായം കൂടി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിലുള്ള വീഴ്ച അത് തടയാനും ഹോർമോണിന്റെ ലെവൽ മികച്ച ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു പരിധിവരെ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രോട്ടീൻ അളവ് കൃത്യമായി ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ മികച്ച ആരോഗ്യത്തിലേക്കും മികച്ച ഹോർമോൺ ലെവലിലേക്കും, അത് ടെസ്റ്റോസ്റ്ററോൺ ആണെന്നുണ്ടെങ്കിലും അതിലേക്കുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ്. ഇനി ആ വിഷയം നമുക്ക് അവിടുന്ന് മാറ്റി നിർത്തി നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സസൈസ് ഒന്നും ചെയ്യാതെ വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ ഇല്ലേ?
അതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ പറയാം. വ്യായാമമൊന്നും ചെയ്യാതെ വെറും വേ പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടാനൊന്നും പോകുന്നില്ല. പ്രോട്ടീൻ എന്നുള്ളത് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റ് മാത്രമാണ്. പേശികളിൽ ഡാമേജസ് ഉണ്ടെങ്കിൽ, ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനാണ് പ്രോട്ടീൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇനി പേശികൾക്ക് ഇത്തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവണമെങ്കിൽ എക്സസൈസ് ചെയ്തേ മതിയാവുള്ളൂ. അതായത് പേശികൾക്ക് വർക്കൊന്നും കൊടുക്കാതെ വെറുതെ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ച് ഹോർമോണിൻ്റെ അളവിൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഇവിടെ മസിൽ റിപ്പയർ നടക്കുന്നില്ല, മസിൽ ബിൽഡിംഗ് നടക്കുന്നില്ല. ഇനി ഈ പറയുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് പൊന്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബോഡി വെയിറ്റ് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് തന്നെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ഇതിനു മുമ്പേ ഈ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാം. ഇനി ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ പ്രോട്ടീൻ കൂടുതൽ കഴിക്കാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരം ഉയർത്തുന്ന തരത്തിലുള്ള എക്സസൈസസ്, വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസും. ഉറക്കം 7 മുതൽ 8 മണിക്കൂർ എല്ലാ ദിവസവും കിട്ടേണ്ടതാണ്. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള സിങ്കും വൈറ്റമിൻ ഡിയും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പുകവലിയും മദ്യപാനവും മാറ്റി നിർത്തുക. അമിതമായി ബേക്കറി പലഹാരങ്ങളും മധുരമുള്ള പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. ഇനി നിങ്ങൾ ലാബിൽ പോയി ടെസ്റ്റോസ്റ്ററോണിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ അളവ് കുറവിൻ്റെ അടുത്തേക്കാണ്, ഇല്ലെങ്കിൽ ലോ റേഞ്ചിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം ക്ഷീണമുണ്ട്, ലൈംഗിക താല്പര്യക്കുറവുണ്ട്, ഉദാഹരണത്തിന് പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ്റെ കുറവ് മാത്രമായിരിക്കില്ല, മറ്റു തരത്തിലുള്ള അസുഖങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് പ്രമേഹമായിരിക്കാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളും ആവാം. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കാണാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഡോഫോഡി വഴി ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസും നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതുമാണ്. ഇനി നിങ്ങളുടെ പ്രശ്നം സുരക്ഷിതമായിട്ടുള്ള വേ പ്രോട്ടീൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ ലബോറട്ടറി പരിശോധനകൾ പാസ്സായിട്ടുള്ളതും ഡോഫോഡി സ്റ്റാൻഡേർഡ് പാലിക്കുന്നതായിട്ടുള്ള ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന വേ പ്രോട്ടീൻ ഇപ്പോൾ ഡോഫോഡി സ്റ്റോറിൽ ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എത്രയായിരുന്നു എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഹോർമോൺസിനെ കുറിച്ചും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.